തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്ര വാദ്യകലാ ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പുകലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. ക്ഷേത്രവാദ്യ കലാ ആസ്വാദക സമിതി ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര വിജയിയെ പ്രഖ്യാപിച്ചത്. ക്ഷേത്രവാദ്യകലാ ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ 30 ദിവസം നീണ്ടുനിൽക്കുന്ന വാദ്യോപാസന ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടക്കുകയാണ്. കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ഇടക്ക തായമ്പക എന്നിവ വാദ്യോപാസനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടിയിലാണ് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തുക. നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കഥകളി കലാകാരനും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പു കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് സമ്മാനിക്കും. പ്രശസ്തി പത്രം, മൊമെന്റോ എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. നറുക്കെടുപ്പിലൂടെയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികളായ KM മോഹനൻ മാരാർ, വിനോദ് നടുവത്തേരി, C പ്രേംകുമാർ, P മാധവ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന നിറമാലയോട് കൂടിയിട്ട് ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും 30 ദിവസത്തോളം വൈകിട്ട് വാദ്യോപാസനകൾ ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും തായമ്പകകളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അത് സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ഇടയ്ക്ക തായമ്പക, അങ്ങനെ തുടങ്ങി ക്ഷേത്രകലകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വാദ്യോപകരണങ്ങളുമായിട്ടുള്ള കലാപരിപാടികളാണ് നമ്മളോട് നമുക്ക് തരാറുള്ളത്. ചെറിയ തലമുറ, പുതിയ കുട്ടികളെ തലമുറയ്ക്ക് കൂടി ഒരു പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല കുട്ടികളെ അരങ്ങേറ്റങ്ങളും ഞങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ പല സ്പോൺസർമാരെയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പരിപാടികളൊക്കെ ഞങ്ങൾ വളരെ ബാധിച്ച ചിലവുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ചിലവുകൾ വഹിക്കുന്നത് അധികവും സ്പോൺസർമാരായിട്ടുള്ള വ്യക്തികളാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് തരാറുള്ള സ്പോൺസർമാരുണ്ട്. അവർ ഞങ്ങൾ കൃതജ്ഞതയോടുകൂടിയാണ് ഇപ്പോൾ അവരെ സ്മരിക്കുന്നത്. അതുപോലെ കൂടാതെ വർഷങ്ങളായിട്ട് കൊടുത്തു വരാറുണ്ട്. അത് തികച്ചും ഒരു പക്ഷപാതരഹിതമായിട്ടാണ് അതിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 5, 6, 7 പഴയ കലാകാരന്മാരെ പ്രത്യേക ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയുള്ള കലാകാരന്മാരുടെ പേരിട്ട് നറുക്കിട്ടെടുത്തിട്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത കൊമ്പു കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി